നന്നായിരുന്നു. നല്ല അതെ, സൂപ്പർ മാസ്. നന്നായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. നല്ലൊരു ത്രില്ലറാണ്, ഒരു ഇമോഷണൽ, ലാസ്റ്റ് ഒരു ഇമോഷണൽ ടച്ച് വരും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല കഥ, വേറെ രീതിയിലൊക്കെ പോകണം. ക്ലൈമാക്സ് കൊള്ളാം, പ്രത്യേകമായ വ്യത്യസ്തമായ ഒരു ക്ലൈമാക്സ്. നല്ല സിനിമ. വയലൻസ് ആക്ഷൻസും അടിപൊളി, സൂപ്പർ. വയലൻസ് എന്ന് പറയാനില്ല, കൊള്ളാം, നന്നായിട്ട്. കുറെ സിനിമകൾക്ക് ശേഷം ഇന്ദ്രിയത്ത് നല്ലപോലെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡയറക്ഷനൊക്കെ സൂപ്പറാണ്, ആക്ടിംഗ് വൈസ് സൂപ്പറാണ്, സ്റ്റോറി അടിപൊളിയാണ്, അതിലൊന്നും പറയാനില്ല, എല്ലാം ഗ്രിപ്പിംഗ് മൂവിയാണ്. ശരിക്കും ഒരു ക്രൈം സസ്പെൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഡയറക്ഷൻ, BGM, ആക്ടിംഗ് വൈസ് എല്ലാം ഒന്നും കുറ്റം പറയാനില്ല. അടിപൊളി പടമാണ്, സസ്പെൻസ് ത്രില്ലറാണ്. ആദ്യാവസാനം വരെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളെല്ലാം നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. നല്ല പടം. ഇമോഷണൽ ഉണ്ട്, അമ്മ മകനിലൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇമോഷണലി എല്ലാം ഇതുണ്ട്. നമുക്ക് കണ്ടിരിക്കാം, ചില സമയങ്ങളിൽ നമ്മൾ ഇമോഷണലി ഇതാവുന്നുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നൈസ് വേണം, ഭയങ്കര ഫുള്ളായിട്ടാണ്. അയ്യോ, നൈസ് മൂവി കേട്ടോ, സൂപ്പർ മൂവി. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു, ഭയങ്കര ട്വിസ്റ്റഡ് ആണ് എല്ലാ സീസണും സൂപ്പറായിരുന്നു. എല്ലാം ഉണ്ട്, എല്ലാം BGM ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല മൂവി. എല്ലാവരും നല്ലായിരുന്നു, അടിപൊളി, സൂപ്പർ. ഞാൻ ചെറിയൊരു റോൾ ഇതിൽ ചെയ്തു, സാഗർസൂര്യയുടെ അമ്മയായിട്ട്. ഒന്നും പറയാനില്ല, അടിപൊളി, സൂപ്പർ മൂവി. ഒത്തിരി സന്തോഷം. ഇന്ദ്രേട്ടൻ, ദിവ്യ, റെബ എല്ലാവരും. പിന്നെ കുറച്ച് സസ്പെൻസ് ഉണ്ട്, ഇമോഷൻസ് ആണ്. ഞങ്ങൾ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അത് നിങ്ങൾ കാണാം, അന്നേരം മനസ്സിലാവും. കുറച്ച് പെട്ടെന്ന് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമ്മളങ്ങ് വല്ലാണ്ട് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമാവും. പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മൂവിയാണെന്ന് പറയാം. നല്ല രസമായിട്ടുണ്ട്, അടിപൊളി മൂവിയാണ്. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ ഇന്ദ്രേട്ടൻ എങ്ങനെയുണ്ടെന്നോ? നല്ല എല്ലാ മൂവിയിലും പോലെ ഇന്ദ്രേട്ടൻ എല്ലാ മൂവിയിലും ഇന്ദ്രേട്ടൻ്റെതായ ഒരു സ്റ്റൈലിൽ ഇന്ദ്രേട്ടൻ കൊണ്ടുപോകുമല്ലോ. ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്, വേറൊരു സ്റ്റൈലും ലുക്കും ഒക്കെയാണ് ഇന്ദ്രേട്ടൻ്റെ. എല്ലാവരും ദിവ്യ, ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. അജു ചേട്ടനില്ല, അജു വർഗീസ്, പുറത്ത് പേര് പറയാൻ പറ്റാത്ത ഒരു ആർട്ടിസ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചം.